ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഡെസ്റ്റിനി, വിധി, ഇതിനെ നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇതെൻ്റെ വിധിയാണ്, ഇത് ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ എന്ന്. നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇത് ഉപയോഗിക്കാറില്ല. അത് ഞാനൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ സന്തോഷം ഇതെൻ്റെ വിധിയാണ് അല്ല, വിഷമങ്ങൾ വരുമ്പോൾ തന്നെയാണ് ഇത് കൂടുതലും ഈ വാക്ക് ഉപയോഗിക്കാറ്. അപ്പോൾ കുറേ പേരൊക്കെ ആക്സെപ്റ്റഡ് ആണ് വിധിയെ നമുക്ക് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളത്. പക്ഷെ വേറെ ചിലവർക്കൊരു തോന്നലുണ്ട് നമുക്ക് വിധിയെ മാറ്റി എഴുതാൻ പറ്റും എന്ന്. അപ്പോൾ ചിലപ്പോൾ കണ്ട് ജ്യോതിഷമൊക്കെ നോക്കി അതിലൊക്കെ ചെയ്ത് നമുക്ക് വിധിയെ ഇതൊക്കെ ആക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഞാനിപ്പോൾ അടുത്ത് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ കാരണം, ഇപ്പം അടുത്ത് ഞാൻ കടമ്പഴിപ്പുറത്ത്, പാലക്കാട് കടമ്പഴിപ്പുറത്ത് ഒരു ക്ഷേത്രത്തിൽ പോയി. ഒരു കല്യാണത്തിന് ഇതായിട്ട് പോയതാണ്. ക്ഷേത്രത്തിൻ്റെ വായില്യാകുന്നിലപ്പൻ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലും പരിസരത്തിലും കുറച്ച് നേരം നിന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം, കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അതിങ്ങനെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോൾ അതിൻ്റെ ഒരു കാര്യം ചോദിച്ചപ്പോഴാണ് വരരുചി എന്നുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ 12ാമത്തെ മക്കളിൽ ഒരാളാണ്, ഏറ്റവും 12ാമത്തെ മകനാണ് ഈ വായില്യാകുന്നിലപ്പൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു വന്നു, ഇവിടെയൊക്കെ വന്നു. പക്ഷേ ഇത് ഭയങ്കര രസമായ നല്ലൊരു അമ്പലമായിരുന്നു. അപ്പോൾ വരരുചിയുടെ കഥയിലേക്ക് ഇങ്ങനെ വന്നപ്പോഴാണ് വിധിയെ തോൽപ്പിക്കാൻ ഇറങ്ങിയ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് വരരുചി എന്ന് പറയുന്ന ഇദ്ദേഹം. വിക്രമാദിത്യൻ്റെ കൊട്ടാരത്തിൽ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു വരരുചി. നല്ല പാണ്ഡിത്യമുള്ള ബ്രാഹ്മണനായിരുന്നു ഇദ്ദേഹം. ഒരു ദിവസം വിക്രമാദിത്യൻ്റെ കൊട്ടാരത്തിൽ ചോദിച്ചു അത്രേ, രാമായണത്തിലെ ശ്രേഷ്ഠമായ വരികൾ ഏതാണ് എന്ന് ചോദിച്ചു. ഇതിനുള്ള ഉത്തരം തേടി വരരുചി നടക്കുമ്പോൾ ഒരു കൊടും വനത്തിലെത്തുകയും ആ കൊടും വനത്തിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ക്ഷീണിച്ചിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ആ വനത്തിൻ്റെ മുകളിൽ വനദേവതകൾ ഉണ്ടായിരുന്നു, 2 വനദേവതകൾ. താഴെ കൂടെ 2-3 വനദേവതകൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മുകളിലിരിക്കുന്നവർ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു പറയകുടിയിൽ ഒരു സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട്, അവിടെ ഒരു പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, ആ പെൺകുട്ടി ആരെയായിരിക്കും കല്യാണം കഴിക്കുക ഭാവിയിൽ? അപ്പോൾ ഇവർ പറഞ്ഞു, എന്താ സംശയം, ദാ ഈ മരത്തിൽ താഴെ കിടന്നുറങ്ങുന്ന ഈ ശ്രേഷ്ഠ ബ്രാഹ്മണനായ വരരുചിയായിരിക്കും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക. ഇത് കേട്ട വരരുചി ഭയങ്കര അപ്സെറ്റായി. ഇത്രയും ശ്രേഷ്ഠനായ ബ്രാഹ്മണനായ ഞാൻ ഈ പറയക്കുടിയിലുള്ള ഈ പറയക്കുട്ടിയെ കല്യാണം കഴിക്കുക ഒരിക്കലും നടക്കില്ല. ഭയങ്കര ദേഷ്യം വന്നിട്ട് വേഗം വിക്രമാദിത്യൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് പറഞ്ഞു. ഈ കാര്യമൊന്നും പറഞ്ഞില്ല, കാരണം ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ഭയങ്കര ദോഷമായിരിക്കും, എത്രയും വേഗം ആ കുട്ടിയെ കൊന്നു കളയണമെന്ന് വിക്രമാദിത്യൻ പറഞ്ഞു. വിക്രമാദിത്യൻ അത് വിശ്വസിച്ചു. ഉടനെ ഭടന്മാരെ അയച്ചു. ഈ കൊടും വനത്തിൽ ഈ വീട്ടിൽ ഒരു ദിവസം മാത്രം പ്രായമായിട്ടുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടീനെ ഭടന്മാർ തലയിൽ ജീവനോടെ ആ കുട്ടിയുടെ നെറുകയിൽ ഒരു ആണി തറച്ച്, ആണി തറച്ച് ചോരയിൽ മുങ്ങിയ ആ സ്ത്രീ ഒരുപാട് കരഞ്ഞു. ദ്രോഹിക്കല്ലേ എന്നൊക്കെ അവർ പറഞ്ഞു, കാല് പിടിച്ച് പറഞ്ഞു, കേട്ടില്ല. ഒരു വാഴപ്പൊതി ഇതിലാക്കിയിട്ട് പുഴയിൽ ഒഴുക്കി വിട്ടു, വലിയൊരു ഒഴുക്കിൽ. സന്തോഷത്തോടെ വരരുചി നടന്നു, കാരണം വിധിയെ തോൽപ്പിച്ചു എന്നാണ്. കാരണം കുട്ടി മരിച്ചുല്ലോ, ഇനി ഞാൻ എങ്ങനെയാണ് ആ കുട്ടിയെ വിവാഹം കഴിക്കുക? സന്തോഷമായിരുന്നു. ഈ കുട്ടി ഈ പുഴയിൽ ഒഴുകി ചെന്ന് മരിച്ചിരുന്നില്ല. ഈ കുട്ടി ചെന്ന് പെട്ടത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ, അവരുടെ ഇതിൻ്റെ തീരത്തായിരുന്നു, വീടിൻ്റെ ഒരു പുഴ തീരത്തായിരുന്നു. ബ്രാഹ്മണൻ ആ കുട്ടിയെ എടുത്ത് വളർത്തി നല്ല അതിസാമർഥ്യവും ബുദ്ധിമതിയുമായിട്ട് ആണ് ആ കുട്ടിയെ വളർത്തി. കുട്ടിയുടെ പേര് പഞ്ചമി എന്നായിരുന്നു പേരിട്ടത്. കാലങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം വരരുചി ഈ ബ്രാഹ്മണ കുടുംബത്തിൽ എത്താൻ ഒരു സാധ്യത ഉണ്ടായി. കുട്ടിയുടെ അതിബുദ്ധി, കുട്ടി എന്ത് ചോദിച്ചാലും ആ ചോദ്യങ്ങളൊക്കെ കുറേ ഉണ്ട്. കുട്ടിയോട് എനിക്ക് 100, അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് 100 കൂട്ടം ഇത് വേണം, കറികളോടുകൂടി ചോറ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ പേടിച്ചു. അപ്പോൾ ഈ മകൾ പറഞ്ഞു, അച്ഛനൊന്നും പേടിക്കേണ്ട, ഇഞ്ചി തൈര് ഉണ്ടാക്കി കൊടുത്തോളൂ, 108 കറികൾക്ക് സമാനമാണ് ഒരു ഇഞ്ചി തൈര് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുത്തു. എന്നെ ഊണ് കഴിഞ്ഞാൽ 4 ആൾ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, കട്ടിലിട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞു, കാരണം 4 കാലുണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടിയുടെ ഈ ഉത്തരങ്ങളൊക്കെ കേട്ടപ്പോൾ വരരുചിക്ക് ഭയങ്കര ആകർഷണമായിട്ട് ഈ കുട്ടിയെ കല്യാണം കഴിച്ചു. അപ്പോൾ തന്നെ ബ്രാഹ്മണനോട് ചോദിച്ച് കല്യാണമൊക്കെ കഴിച്ച് കൊട്ടാരത്തിൽ വന്നു. അന്ന് രാത്രി കുട്ടിയുടെ തലയിൽ, പഞ്ചമിയുടെ തലയിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നിൽക്കണം. പെട്ടെന്ന് ഇതായി. ഇതെന്താ നിൻ്റെ തലയിലും ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ അവരെ എടുത്ത് വളർത്തിയ മകളാണ്, എന്നെ തലയിൽ ആണി അടിച്ചിട്ട് ആരോ ഒഴുക്കി വിട്ടതാണ്. വരരുചി ഇതായി, കാരണം ഓർമ്മയുണ്ടല്ലോ അന്നത്തെ. അപ്പോൾ അതേ കുട്ടിയാണ് കല്യാണം കഴിച്ചത്. ഇത്രയും ശ്രേഷ്ഠനായ
അപ്പോൾ വരരുചിക്ക് ഇതെല്ലാം മനസ്സിലായി, ഭയങ്കര ദേഷ്യം. വിധി തോൽപ്പിച്ചു, വരരുചിയെ തോൽപ്പിച്ചു. വരരുചിക്ക് തടസ്സപ്പെടുത്താൻ പറ്റിയില്ല. ദേഷ്യം വന്ന വരരുചി അങ്ങനെ ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി കാട്ടിലേക്കൊക്കെ പോയി. ഇനി ഞാൻ വരുന്നത് വായില്ല കുന്നിലപ്പൻ എന്ന് പറയുന്ന ജനനത്തിലേക്കാണ്. ഈ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പെൺകുട്ടി കൂടെ നടന്നു, വരരുചിയുടെ പിന്നാലെ നടന്നു. അവർക്ക് ഓരോ മക്കളുണ്ടായി. അങ്ങനെ 12 കുട്ടികളെയാണ് പഞ്ചമി പ്രസവിച്ചത്. ഈ പ്രസവത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ പ്രസവം കഴിയുമ്പോഴും, ആദ്യത്തെ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ വരരുചി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരരുചി മാറി നിൽക്കും. അത്രയും കൊടും കാട്ടിലായിരിക്കും ഓരോ പ്രസവവും നടക്കുന്നത്. അത് ചോദിക്കും, കുട്ടി എന്താ ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ചോദിക്കും. ഉടനെ രണ്ടാമത്തെ ചോദിക്കും, വായുണ്ടോ ചോദിക്കും. അപ്പോൾ ഈ സ്ത്രീ നോക്കി പറയും വായുണ്ട് എന്ന് പറയും. എന്നാൽ അതിനെ അവിടെ ഇട്ടിട്ട് നീ എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറയും. പാല് കൊടുക്കാൻ പോലും സമ്മതിക്കില്ല. കാരണം വായ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് ജീവിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ദൈവം വായ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവിക്കാനുള്ള കഴിവും അവൻ തന്നെ സ്വയം ആർജിച്ചോളും. ഇത്രയും എനിക്കിത് സ്റ്റോറി കേട്ടപ്പോൾ വരരുചിയോട് കുറച്ചൊരു ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇത്ര ബ്രാഹ്മണ ശ്രേഷ്ഠനായാലും ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്ത്രീക്ക് ഒന്നും സമ്മതിക്കില്ല, പാല് കൊടുക്കാൻ പോലും സമ്മതിക്കില്ല. ഈ കുട്ടി അവിടെ ഇടേണ്ടി വരും. എന്നിട്ട് പിന്നാലെ ഈ വരരുചിയുടെ പിന്നാലെ പോവാൻ ഭർത്താവിനനുസരിക്കുന്ന ഒരു ഭാര്യ, ഇങ്ങനെ ഒരു റോളും കൂടിയും പഞ്ചമിക്കുണ്ട്. രണ്ടാമത്തെ പ്രസവമായി ഇതേപോലെ ഇത് ചോദിക്കും, വായ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവിടെ ഇട്ടിട്ട് എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറയും. അപ്പോൾ ഈ കുട്ടി അവിടെ ഇട്ട് കരഞ്ഞ് വിധി, പഞ്ചമിയുടെ വിധി വേറൊരു വിധി. ഇങ്ങനെ കുട്ടികളെ വളർത്താൻ പറ്റാത്തൊരു വിധി. ഒരു കുട്ടിയെങ്കിലും തനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം. അപ്പോഴാണ് 12ാമത്തെ കുട്ടി ജനിക്കുന്നത്. ഈ 12ാമത്തെ കുട്ടി ജനിക്കുന്നത് എന്ന് പറയുമ്പോൾ പഞ്ചമിക്ക് പെട്ടെന്നൊരു ചെറിയൊരു തോന്നി, നുണ പറയാം എന്ന് തോന്നി വരരുചിയോട്. കുട്ടി ആൺകുട്ടിയാണ് നോക്കുക. അപ്പോൾ കുട്ടി വായൊക്കെ ഉണ്ട്, കുട്ടി ഒരു ഇടിവെട്ടിലാണ്, ഇങ്ങനെ പെട്ടെന്ന് വായൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചു, വരരുചി ചോദിച്ചു വായുണ്ടോ ചോദിച്ചു. നുണ പറയാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ കുട്ടിക്ക് പാലൊക്കെ കൊടുക്കാമല്ലോ എന്നിങ്ങനെ വെച്ചാൽ. അപ്പോൾ നുണ പറഞ്ഞു, വായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഇടിവെട്ടും പിന്നെ ഭയങ്കര മഴയും ഇതൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഇടിവെട്ടിൽ പഞ്ചമി കുട്ടിയെ നോക്കുമ്പോൾ വായ അടഞ്ഞുപോയി. ഒരു നുണ പറഞ്ഞ ജനിച്ചൊരു കുട്ടി, ഒരു നുണയുടെ ഒരു വിധിഫലമായിരിക്കാം ഈ വായ ഉണ്ടായിരുന്ന കുട്ടിയുടെ വായ അടഞ്ഞുപോയി എന്നുള്ളതാണ്. എനിക്ക് തീരെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, പാല് കുടിക്കാൻ പറ്റുന്നില്ല. വരരുചി ഉടനെ പറഞ്ഞു വായില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, അവിടെ ഇട്ടോളൂ. കാരണം ഇത് ശ്രേഷ്ഠമായ ഒരു കുട്ടിയാണ്. ഈ കുട്ടിക്ക് വായില്ലാതെയാണ് ജീവൻ കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവനെ പ്രകൃതി നോക്കും, പ്രകൃതി ആയിരിക്കും അവനെ വളർത്തേണ്ടത് എന്നുള്ളത്. കാരണം നിനക്ക് കിട്ടിയിട്ടും കാര്യമില്ല, നിനക്കൊന്നും കൊടുക്കാനും ഒന്നും പറ്റില്ല. കരഞ്ഞുകൊണ്ട് ആ കുട്ടിയെയും ആ കുന്നിൻ്റെ മുകളിൽ, അതാണ് കടമ്പഴിപ്പുറത്ത് ഒരു പാറപ്പുറത്താണ് ഈ അമ്പലം, ആ കുന്നിൻ്റെ മുകളിൽ ഈ കുട്ടിയെയും ഉപേക്ഷിച്ച് പഞ്ചമി പോവുകയാണ് ഉണ്ടായത്. അവിടെ വായില്ലാങ്കുന്നിലപ്പൻ്റെ ജനനമാണ്. ഈ കുട്ടിയെ പിന്നീട് മുഴുവൻ വളർത്തിയുണ്ടാക്കിയത് പ്രകൃതിയാണ്. കാറ്റും വെളിച്ചവും സൂര്യനും ചന്ദ്രനും ഒക്കെ പ്രകൃതിയാണ് ഇത്. അപ്പോൾ ഇതിനൊരു സൈലൻറ്റ് ഗോഡ് എന്നും കൂടിയും പറയാറുണ്ട്. അധികം സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളെ അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കും എന്നൊക്കെ പറയാറുണ്ട്. പറഞ്ഞു വരുന്ന ഇതാണ്. ഇതൊരു സ്റ്റോറി പോലെയാണെങ്കിലും ഇതിൽ കുറേ ഈ 12 മക്കളുണ്ട്. ഈ 12 മക്കളിൽ ഒരാളാണ് നാറാണത്ത് ഭ്രാന്തൻ, പെരുന്തച്ഛൻ ഒരു മകനാണ്, മേഴത്തൂർ അഗ്നിഹോത്രി. ഇങ്ങനെ ഇവർ 12 പേരുടെ ഒരു ഇതുണ്ട്. ഞാൻ എൻ്റെ ഇതിലിടാം, കമൻറ്റ് ബോക്സ് ഇതിലിടാം, ആ 12 മക്കളുടെ പേരും ഇടാം. അപ്പോൾ ഇതിൽ 12ാമത്തെ ഈ കുട്ടിയുടെ വിധി ഒരു പ്രത്യേക വിധി തന്നെയായിരുന്നു. അപ്പോൾ വിധിയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ഡെസ്റ്റിനി അത് നമ്മൾ ഉൾക്കൊള്ളുക, നമ്മളതിനെ പഴിച്ചിട്ടും കാര്യമില്ല. മനസ്സിലാക്കുക, ഒരു ജന്മം തരുന്ന സമയത്ത് നമുക്കത് സ്ക്രിപ്റ്റഡാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ വിധിയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. താങ്ക് യു ഫോർ ഹിയറിങ് മീ. ഞാൻ വരാം ഇതുപോലെ ഉള്ള കോൺസെപ്റ്റുകളുമായി. ബൈ.